എല്ലാവർക്കും അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന അവക്കാഡോ മയോണൈസാണ്. മുട്ടയില്ലാതെ, എണ്ണയില്ലാതെ, പാലില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്കൊരു മയോണൈസ് ഉണ്ടാക്കിയാലോ. നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്നത് എപ്പോഴും പാലും മുട്ടയും അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണയൊക്കെ ചേർത്താണല്ലേ. പക്ഷെ അതൊന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസാണ് ഞാൻ ഉണ്ടാക്കുവാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു അവക്കാഡോയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരു അവക്കാഡോ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു അവക്കാഡോ കൊണ്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണൈസ് ഉണ്ടാക്കി നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ എണ്ണയൊക്കെ ഒത്തിരി ഒഴിച്ച് അല്ലെങ്കിൽ മുട്ടയൊക്കെ ഉപയോഗിച്ച് മയോണൈസ് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഒത്തിരി നല്ലതാണ് ഇതുപോലെ ഒരു അവക്കാഡോ നമ്മൾക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കി നമ്മൾക്ക് ബ്രെഡിൻ്റെ കൂട്ടത്തിലോ അതുപോലെ തന്നെ ദോശ, അപ്പം അങ്ങനെയുള്ളതിൻ്റെ കൂട്ടത്തിലൊക്കെ നമുക്ക് ചപ്പാത്തിയോടെയൊക്കെ കൊടുത്ത് ഒരു അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഞാനൊരു അവക്കാഡോയിൽ നിന്നും അതിൻ്റെ കുരുവാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, വലിയ കുരുവാണ് അവക്കാഡോയിലുള്ളത്. ആ കുരുവിലെ കുറച്ച് അവക്കാഡോയുടെ ദശ, ബട്ടർ ഫ്രൂട്ട് എന്നും പറയുമല്ലോ, അത് ബട്ടർ പോലെ ഇരിക്കും. ബട്ടർ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കളഞ്ഞ് കുരുവിൽ നിന്നും ആ ദശയൊക്കെ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിനുശേഷം ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് അതിൻ്റെ പുറന്തോടിൽ നിന്നും ഞാൻ ആ ദശയൊക്കെ ഒന്ന് വേർതിരിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ 2 പീസിൽ നിന്നും അതിൻ്റെ കളർ തന്നെ ഒരു ബട്ടറിൻ്റെ കളറാണല്ലേ. ഈ ഒരു അവക്കാഡോ കൊണ്ട് നമുക്ക് മയോണൈസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇങ്ങനെ അവക്കാഡോ കൊണ്ട് മയോണൈസ്? ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ്. പക്ഷേ മറ്റേ മുട്ടയും അതുപോലെ തന്നെ പാല്, എണ്ണ, അങ്ങനെ പല തരത്തിലുള്ള മയോണൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ അവക്കാഡോ കൊണ്ട് ഉണ്ടാക്കുന്ന മയോണൈസ് ആണ്. കാരണം അതിനകത്ത് വേറെ നമ്മൾ ഇതുപോലെ എണ്ണയും മുട്ടയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഒരു അവക്കാഡോ സംഘടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ മയോണൈസൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും ഫ്രിഡ്ജിൽ. അതിനായിട്ട് ഞാൻ ആ ദശയിലേക്ക് അവക്കാഡോയുടെ ദശയിലേക്ക് ഒരു 8 വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം 1 കപ്പ് തൈരാണ്, പുളിയില്ലാത്ത മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പുളിയൊന്നുമില്ലല്ലോ, പുളി കുറവാണ്, നല്ല കട്ട തൈരുമായിരിക്കും. ആ ഒരു തൈരാണ് ഞാൻ 1 കപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ഒഴിക്കുന്നത് 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ്. നാരങ്ങാ നീരുണ്ടെങ്കിൽ അതൊഴിക്കുക, അല്ലെങ്കിൽ വിനാഗിരി 2 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾക്ക് മിക്സിയിൽ ഒന്ന് കറക്കി കൊണ്ടുവരാം. കണ്ടോ, നമ്മുടെ മയോണൈസ് റെഡിയായി. ഇത്ര പെട്ടെന്ന് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള മയോണൈസ്. ആ മയോണൈസിൻ്റെ നമ്മൾ കഴിക്കുന്ന ധാരാളം എണ്ണയൊക്കെ ചേർത്ത് കഴിക്കുന്ന മയോണൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ. ഞാനത് ബ്രെഡിൽ വെച്ച് കഴിക്കുകയാണ്. ബ്രെഡിനകത്ത് ആ മയോണൈസൊക്കെ തൂത്ത് 2ആയിട്ടൊന്ന് മുറിച്ച്, കണ്ടോ നല്ല ഭംഗിയില്ലേ, കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.